അപ്പോൾ 700 രൂപ തുടങ്ങിയിട്ട് നമുക്ക് പാളികളുണ്ട്. ഇതെല്ലാം നമുക്ക് 700 രൂപ തുടങ്ങി വരുന്നതാണ് ഈ ടൈപ്പ് കട്ട്ള. ഇത് നമുക്ക് 2000 രൂപ തുടങ്ങിയിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്. എല്ലാവർക്കും നമസ്കാരം. കേരള ഇന്ത്യൻ്റെ പുതിയ വീഡിയോയിൽ സ്വാഗതം. നമ്മളിപ്പോൾ അങ്കമാലി ഇളവൂർ കവലയുള്ള ടോൾ ട്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൻ്റെ നമ്മൾ ഡോറിൻ്റെ സെക്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. നമ്മൾ ഈ ടോൾ ട്രീസിൻ്റെ കഴിഞ്ഞ വർഷമായിട്ട് നമ്മൾ 2 വീഡിയോകൾ ചെയ്തിരുന്നു. ഇതിപ്പോൾ ഒരു 3ാമത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു ടോൾ ട്രീസ് ഇവർ 2024 ഇപ്പോൾ ജനുവരിയിൽ ഒരു 3rd ഷോപ്പ് ഓപ്പൺ ചെയ്യണം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മെറ്റീരിയലുള്ള ഡോറ്, വിൻഡോസ് അല്ലെങ്കിൽ ജനല്, വാതില്, കട്ട്ള, ഇതിൽ എല്ലാം നമുക്ക് ബഡ്ജറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, നമുക്ക് 2000 മുതൽ നമുക്ക് കട്ട്ളകൾ, പിന്നെ 700 മുതൽ ജനൽപ്പാളികൾ, അങ്ങനെ ഒരു വെറൈറ്റി നമുക്ക് എല്ലാത്തിലും നമുക്ക് ആവശ്യമുള്ള ഏത് ടൈപ്പിൽ ഡോർസ്, വിൻഡോസ് വേണോ നിങ്ങൾ ടോൾ ട്രീസിൽ വന്നാൽ മതി. പിന്നെ നിങ്ങളുടെ എന്താ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, സ്റ്റീൽ ഡോറുകളായിക്കോട്ടെ, നമുക്ക് ഫൈബർ ഡോർസ്, വിൻഡോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് സ്റ്റീലിൻ്റെ ഡോർസ്, വിൻഡോസ്, WPC, UPVC അല്ലെങ്കിൽ സ്റ്റീൽ ഡോറ്, അപ്പോൾ ഏത് ടൈപ്പ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വീട് മനോഹരമാക്കാൻ അല്ലെങ്കിൽ സുരക്ഷിതമാക്കാനുള്ള എല്ലാ ടൈപ്പ് ഡോർസ് ആൻഡ് വിൻഡോസ് അല്ലെങ്കിൽ കട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ വളരെ ഇൻഫോർമേറ്റീവ് ഒരു വീഡിയോ ആണ്. നമുക്ക് ഈ ഷോപ്പിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് ഒന്ന് കാണാം. നമസ്കാരം, എൻ്റെ പേര് നവാസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്കമാലിയിൽ ഇളവൂർ കവലയിൽ NH47 സൈഡിൽ ഞങ്ങൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ഞങ്ങളുടെ ഔട്ട്ലെറ്റ് ടോൾ ട്രീസിൻ്റെ ഔട്ട്ലെറ്റിലെ ഫൈബർ ഡോർ സെക്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ ചേട്ടാ, നമ്മളിപ്പോൾ ഈ ഫൈബർ ഡോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെയാണ്, നമ്മളിപ്പോൾ കുറേ ഡോർസ് ഇപ്പോൾ മാർക്കറ്റിലുണ്ടല്ലോ. അപ്പോൾ ഫൈബർ ഡോർസിന്റെ പ്രത്യേകത എന്താണെന്ന് പറയും? ഇത് നമുക്ക് കസ്റ്റമൈസ്ഡ് ആണ്. മെയിൻ ആയിട്ട് ഇതിന്റെ കസ്റ്റമൈസ്ഡ് ആണ്. സൈറ്റിൽ ഏത് മെഷറാണോ ഉള്ളത് ആ അളവിന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇത് സിംഗിൾ മോൾഡ് ആണ്. ഡ്യൂറബിലിറ്റി കൂടുതലാണ് ഈ സിംഗിൾ മോൾഡിങ്ങിന്. അതായത് ഡോറിലും അതിന്റെ ഫ്രെയിമിലും യാതൊരു ജോയിന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒറ്റ പീസിൽ സിംഗിൾ മോൾഡിലിട്ട് ചെയ്തെടുക്കുന്ന ഡോറാണ് ഈ ഫൈബർ ഡോർ. ഓക്കെ. ഈ ഫൈബർ ഡോർ എന്ന് പറഞ്ഞ ആ ഒരു സംഗതി ഉണ്ടല്ലോ, അതിൽ വല്ല എത്ര ടൈപ്സുകളുണ്ടോ? എത്ര ടൈപ്സ് ഡിഫറൻസ് ഉണ്ട്. അതായത് മെയിൻ ആയിട്ട് വരുന്നത് കൂടുതൽ യൂസിങ് വരുന്നത് ബാത്റൂം ഡോർസിന്റെ സെക്ഷനാണ് കൂടുതൽ യൂസേജ് വരുന്നത്. അത് വരുമ്പോൾ സിംഗിൾ ലെയർ കൊടുത്തിട്ട് ബാക്ക് സൈഡ് നമ്മൾ പ്ലെയിൻ ആയിട്ട് കൊടുക്കും. കാരണം ബാക്ക് ഗ്ലോസി ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് വാഷ് ചെയ്യാൻ എളുപ്പത്തിന്. ബാത്റൂമുകൾ മെയിനായിട്ട് ഉള്ളു സൈഡ് നമുക്ക് വാഷ് ചെയ്യേണ്ടി വരും. എങ്ങനെ വന്നാലും ബാത്റൂം ക്ലീനിങ്ങിന്റെ സമയത്തും മറ്റുള്ള രീതിയിലുള്ള കഴുക്ക് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ നമുക്ക് ബാത്റൂമിന്റെ ബാക്ക് നമുക്ക് വാഷ് ചെയ്യേണ്ട കാരണം കൊണ്ട് ബാത്റൂം ഡോറുകളുടെ ബാക്ക് നമ്മൾ ഗ്ലോസി ഫിനിഷ് കൊടുക്കും. പിന്നെ വരുന്നത് രണ്ടാമത്തെ ഇത് വരുന്നത് ബെഡ്റൂം ഡോറുകളാണ്. ബെഡ്റൂം ഡോറുകൾ വരുമ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കും ഫ്രണ്ടും ഒരേ രീതിയിൽ ചെയ്യും. ഒരേ ഡിസൈൻ, ഒരേ വുഡിന്റെ ഫിനിഷിങ്, മാറ്റ് ഫിനിഷിങ് രണ്ടും ഒരേ രീതിയിൽ വരും. ബെഡ്റൂം ഡോറുകളുടെ സെക്ഷൻ വരുമ്പോൾ അങ്ങനെ വരും. അത് രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത്. പിന്നെ വരുന്നത് കിച്ചണ്, അതേപോലെ ഓഫീസ് റൂമുകളൊക്കെ വരുന്നത് ഗ്ലാസ് ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അകത്ത് ഒരു മീറ്റിംഗ് നടക്കുവാണെങ്കിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ അകത്ത് ആളുണ്ടോ, എന്താണ് സംഭവം എന്ന് കാണുന്ന രീതിയിൽ ഒരു ഗ്ലാസ് ഇട്ടിട്ടുള്ള ഡോറുകൾ അടുത്ത സെക്ഷനിൽ വരുന്നത്. നമുക്ക് ഗ്ലാസ് ഡോറുകൾ വരും. പിന്നെ വരുന്നത് എന്ന് പറയുന്നത് നമുക്കൊരു വീൽ ചെയർ അസംബ്ലിറ്റി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ മെയിൻ വീടുകളുടെ ഒക്കെ ഫസ്റ്റ് ഫ്ലോറിൽ, അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു 1.20 ഒക്കെ വീതിയിൽ നമുക്ക് ഒരു ബാത്റൂമിന്റെ സ്പേസ് ഇടും, ഡോർ സ്പേസ്. പ്രായമായവരൊക്കെ വീൽ ചെയറിലൊക്കെ കയറ്റാൻ പാകത്തിന്. അത് അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഡബിൾ ഡോർ വരുന്നുണ്ട്. 2 പാളിയായിട്ട് സൂത്രപ്പട്ടികയൊക്കെ കൊടുത്തിട്ട് 2 ഡോറ്, ഡബിൾ ഡോറ് അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതെന്ന് വരുമ്പോൾ നമുക്ക് അതിന്റെ തിക്നെസ് കൂടും, അതിന്റെ സ്ട്രെങ്ത് കൂടും. അങ്ങനെ 4 രീതികളിൽ നമ്മളിപ്പോൾ ഫൈബർ ഡോർ ഇപ്പൊ നിലവിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. നമുക്കിപ്പോ ഇവിടെയുള്ള ഈ ഡോർ എന്ത് ടൈപ്പാ വരുന്നത്? ഇതിപ്പോ നമുക്ക് കിച്ചണൊക്കെ യൂസ് ചെയ്യുന്ന ഗ്ലാസ് ഡോർ ആണ്. ഗ്ലാസ് ഡോർ. നീളം വീതിയൊക്കെ എങ്ങനെയാ? നീളം ഇപ്പൊ ഈ ഇരിക്കുന്നത് നമുക്ക് 90-210 ആണ്. സെന്റിമീറ്റർ അളവ് വരുമ്പോ 90-210 ഇപ്പൊ ഈ ഇരിക്കണതെല്ലാം. അത് നമ്മൾ ഇവിടെ ഡിഫറെന്റ് കളറുകളിൽ നമ്മൾ പല ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് എത്ര വരുന്നത്? കോസ്റ്റ് ഒക്കെ സ്റ്റാർട്ടിങ് വരുന്നത്? ഇതിപ്പോ നമുക്ക് ബെഡ്റൂമിന്റെ സൈസിലോട്ട് കൺവേർട്ട് ആകുമ്പോൾ 90-210 വരുമ്പോൾ ഏകദേശം കട്ടള ഉൾപ്പെടെ വരുന്നത് ഒരു 9500 രൂപയുടെ അടുത്ത് നമുക്ക് വരും. അതായത് ഇൻക്ലൂഡ് കീ ഉള്ള ലോക്ക്, 2 സൈഡ് മാറ്റ്,
എല്ലാം ഉൾപ്പെടെ നമ്മൾ ചെയ്യുന്നതാണ്. ഓൾ ഇൻക്ലൂഡ് ആണ്. ഓക്കെ. പിന്നെ ഈ ഒരു ഡോസിന്റെ ഇത് നമുക്ക് വരുന്നത് ലെതർ ഫിനിഷിംഗ് ആണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് ലെതർ ഫിനിഷിംഗ്. അതായത് നമ്മൾ ഭിത്തിയിലൊക്കെ പെയിന്റ് കൊണ്ട് ടെക്സ്ചർ ചെയ്യില്ലേ, ആ ഒരു ഫിനിഷിംഗ് നമ്മൾ ഡോറിലേക്ക് വരുത്തിയിരിക്കുന്നതാണ്. FRP റെസിൻ ഉപയോഗിച്ച് ആ മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ഡോറിലേക്ക് ആ ഫിനിഷിംഗ് വരുത്തിയിരിക്കുന്നതാണ് ഈ ഒരു പുതിയ ലേറ്റസ്റ്റ് പാറ്റേൺ വന്നത്. ഇത് നമുക്ക് ഡോറ് കോമൺ ബാത്റൂം ഒക്കെ ചെയ്തിരിക്കുന്ന വീടുകളിൽ ഇന്റീരിയറിനോട് മാച്ച് ആവുന്ന രീതിയിൽ ഇത് ബാത്റൂമാണ് എന്ന് ഒരു ഗസ്റ്റിന് മനസ്സിലാവാത്ത രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഫിനിഷിംഗ് ആണ് ഈ ലെതർ ഫിനിഷിംഗ് മോഡൽ വരുന്നത്. ഓക്കെ. നമുക്ക് ഈ സൈഡിലേക്ക് ഒന്ന് വരാം. ഈ സെക്ഷനൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ വരുമ്പോൾ നമുക്കിപ്പോൾ ഈ മൈക്കയിലൊക്കെ വരുന്ന നമ്മൾ ഇന്റീരിയർ ചെയ്യുന്ന കബോർഡൊക്കെ ചെയ്യുന്നിടത്ത് മൈക്ക ഒട്ടിക്കുമ്പോൾ മൈക്കയിൽ ഒരു ഫിനിഷിംഗ് വരും. ടെക്സ്ചർ ഫിനിഷിംഗ് എന്ന് പറയും അതിന്. മൈക്കയിൽ ചെയ്യുന്ന ഫിനിഷിംഗ് ആണ്. ആ ഫിനിഷിങ്ങിനോട് മാച്ച് ആവുന്ന രീതിയിൽ നമ്മൾ അടിച്ചെടുത്തിരിക്കുന്ന ടെക്സ്ചർ ഫിനിഷിംഗ് ആണ് ഈ ഫിനിഷിംഗ്. ശരിക്കും നമുക്ക് നോട്ടത്തിലും കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് നോക്കി അറിയാൻ പറ്റും. മൈക്കയിൽ വരുന്ന അതേ ഫിനിഷിംഗ് നമുക്ക് കിട്ടും. വുഡിന്റെ അതേ വരയുടെ ഫീലിംഗ് നമുക്ക് കിട്ടും. ഇതാണ് ഈ ഒരു ഡോറിന്റെ. ഈ ഡോസിനെ പറ്റി പറഞ്ഞല്ലോ, ഇതിൽ നമുക്ക് എത്ര റേഞ്ച് തൊട്ട് എത്ര റേഞ്ച് വരെ ഉണ്ട് നിങ്ങളുടെ ഒരു റേഞ്ചിൽ കൊടുക്കുന്നത്? റേഞ്ച് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഓരോ മെഷർമെന്റിനനുസരിച്ച് ഡിഫറൻറ്റ്. നമ്മളിപ്പോ ഒരു ലൊക്കേഷനിൽ ചെന്നിട്ട് അവിടുത്തെ മെഷർമെന്റ് അനുസരിച്ചാണ് വേരിയേഷൻസ് വരും. ചില വീടുകളിൽ അളവ് കുറവായിരിക്കാം, ചില വീടുകളിൽ അളവ് കൂടുതലായിരിക്കാം. അപ്പൊ ആ അളവിനനുസരിച്ച് പ്രൈസിൽ ഡിഫറൻസുകൾ വരും. നേരത്തെ പറഞ്ഞ റേറ്റിലും വ്യത്യാസങ്ങൾ വരും. അതൊരു ബെഡ്റൂം സൈസിന്റെ ഒരു അപ്രോക്സിമേറ്റ് പറഞ്ഞതാണ്. ബാത്റൂമിലോട്ടൊക്കെ വരുമ്പോൾ അതിലും താഴെ വരും. പിന്നെ അതനുസരിച്ച് വ്യത്യാസങ്ങൾ നമ്മൾ ഓരോ സൈഡിൽ എടുക്കുമ്പോൾ കിച്ചണിൽ വലിയ ഡോർ ആണെങ്കിൽ അതേപോലെ ഡബിൾ ഡോർ വരുമ്പോൾ അതിലും വ്യത്യാസങ്ങൾ വരും. അപ്പൊ അത് സൈറ്റ് ഇൻസ്പെക്ഷൻ ചെയ്തിട്ടാണ് നമ്മൾ ക്ലിയർ ആയിട്ട് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. നമുക്ക് ഈ ഡോറിന്റെ നോക്കാം. ഇത് എങ്ങനെ വരുന്നത്? ഇതിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ 2 കളറിലെ കോമ്പിനേഷനിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ടെക്സ്ചർ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. അതായത് മുമ്പൊക്കെ ഇവിടെ ഗ്ലാസ് ഇട്ട് ചെയ്തിരുന്ന ഡോറുകളാണ് നമ്മളിപ്പോൾ ഗ്ലാസ് ഒഴിവാക്കിയിട്ട് ഗ്ലാസ്സിന് ഈ ചില വീടുകളിൽ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ ഗ്ലാസ് എന്തെങ്കിലുമൊക്കെ വെച്ച് എറിഞ്ഞ് പൊട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗ്ലാസിൻ്റെ അതേ ഉപയോഗം വരും, ആ ഒരു ഭംഗിയും വരും. എന്നാൽ ഡോറിന് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ ഡോർ ലാസ്റ്റിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസിന് പകരം ആ ഭാഗത്ത് വേറെ ഒരു കളർ ആഡ് ചെയ്തിട്ട് കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ഗ്ലാസ് ഇട്ട ഡോറാണെന്ന് തോന്നും. പക്ഷേ ഇത് രണ്ടും ഒറ്റ ഡോറ് ഫൈബറിൻ്റെ തന്നെ 2 കളറിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സെറ്റപ്പ്. ഓക്കെ. നമ്മളിപ്പോൾ ഈ ഡോസിനെ പറ്റി പറഞ്ഞല്ലോ. ഒരു കസ്റ്റമർ ഇപ്പോൾ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡോർസിലേക്ക് ഇറങ്ങി തുടങ്ങി. എല്ലാവരും മരം മാത്രമല്ല, ഓരോരുത്തർക്കും ഓരോ ഐഡിയാസ് ആണ്. അപ്പോൾ നമ്മൾ ഈ നിങ്ങളുടെ ഈ ഡോറ് അല്ലെങ്കിൽ നമ്മുടെ ഈ ടൈപ്പ് ഓഫ് ഡോറ് മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വീട്ടിലിപ്പോൾ ഇത് പല രീതിയിൽ ഇപ്പോൾ വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ മറ്റ് ആൾക്കാർ കോറിയിടുക, അല്ലെങ്കിൽ എന്താ പറയുക കത്തി കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അപ്പോഴത്തെ പിള്ളേരൊക്കെ അറിയാലോ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ബേസിക് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് ഒന്ന് പോവാം. ഇതിപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന് നമ്മൾ വാറണ്ടിയോടുകൂടി ചെയ്യുന്ന പ്രൊഡക്റ്റാണ് നമ്മുടെ ഫൈബർ ഡോർ, FRP ഡോർ. ഇതിന് ഇപ്പൊ പഴയ പോലെ കുട്ടികൾ എന്തെങ്കിലും കൊണ്ട് കൊട്ടോ പിടിക്കുകയൊക്കെ ചെയ്താലും സ്ക്രാച്ച് വരാത്ത മെറ്റീരിയലാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ എന്തെങ്കിലും കൊണ്ട് കുത്തിയാലോ പൊട്ടത്തൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇടിച്ചാൽ പോലും ഒന്നും പറ്റത്തില്ലാത്ത ഡോർ, സ്ട്രോങ് ആണ്. ഇപ്പൊ ഡോർ അടിച്ചിട്ടേക്കാണ്, അകത്തൊരാളുണ്ട്, ഇവിടെ ഒന്ന് തള്ളിയാലും പോലും സംഭവം തുറയില്ല. അത്രക്ക് ഇതാണ് ഇപ്പോഴത്തെ സെറ്റപ്പ്, ക്വാളിറ്റി ആണ്. ഇതിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ ഓരോ വീടുകളിലും ഉപയോഗം അനുസരിച്ചിരിക്കും. ഇപ്പൊ നമ്മള് ലോക്ക് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത്. ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ലോക്കിന് എന്തെങ്കിലും പ്രശ്നം പറ്റി, എന്തെങ്കിലും ഉള്ളിലെ സ്പ്രിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും പോയാൽ നമുക്കത് റീപ്ലേസ് ചെയ്യാവുന്നതാണ് സിമ്പിൾ ആയിട്ട്. അതിപ്പോൾ ഒരു ടെക്നീഷ്യന്റെ ആവശ്യം തന്നെ ഇല്ല. നമുക്ക് വീട്ടുകാരന് തന്നെ ആ ലോക്ക് അഴിച്ച് അടുത്ത ലോക്ക് നമുക്ക് റീപ്ലേസ് ചെയ്യാം. സിമ്പിൾ പരിപാടിയാണ്, വേറെ ഒരു പ്രശ്നം വരുന്നില്ല. നമ്മുടെ കസ്റ്റമേഴ്സിനെ ചൂസ് ചെയ്യാം. ഷുവറായിട്ട്. ശരി. നമസ്കാരം, എൻ്റെ പേര് സിജോ ജോസഫ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ടോൾട്രീസ് എന്ന സ്ഥാപനത്തിലാണ്. നമ്മുടെ സ്ഥാപനം വരുന്നത് കരയാമ്പറമ്പ് സിഗ്നലിൽ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ മാറി NH 47 അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സ്ഥാപനം. അപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങൾ ടോൾട്രീസിൻ്റെ 2 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു ഇതേ സെയിം ചാനലിൽ തന്നെ. അപ്പോൾ കസ്റ്റമേഴ്സ് പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് അതിൽ വന്നിരിക്കുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ട് നമ്മൾ എല്ലാ ടൈപ്പിലുള്ള കട്ട്ള ജല്ല വാതിലുകൾ ഇവിടെ അവൈലബിൾ ആക്കിക്കൊണ്ട് പുതിയൊരു ഷോറൂം ഇന്നിവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിപ്പോ നമ്മുടെ ടോൾട്രീസ് ഷോപ്പിലെ 2ാമത്തെ സെക്ഷനാണല്ലേ? ഇത് 2ാമത്തെ സെക്ഷനാണ്. ഇത് വുഡിന്റെ സെക്ഷനായിട്ടാണ് നമുക്ക് വ്യത്യസ്തമായിട്ട് എല്ലാം നമുക്ക് എല്ലാ ടൈപ്പിലുള്ള മെറ്റീരിയലും കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള സെക്ഷനിലേക്ക് പോകാം. സെലക്ട് ചെയ്ത്
കൊണ്ടുപോകാനുള്ള സെറ്റപ്പ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാം സെലക്റ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളിൽ മാത്രമാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജലചട്ടങ്ങള് അതുപോലെ തന്നെ ഏത് രീതിയിലുള്ള പാളികൾ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആക്കിക്കൊണ്ട് ഏതും കമ്പി പട്ട അതുപോലെ തന്നെ സ്റ്റീല് MS റോഡ് സ്റ്റീൽ റോഡ് അതുപോലെ തന്നെ എല്ലാം ഏത് രീതിയിലുള്ള ഗ്രില്ലോ നമ്മൾ ചെയ്ത് ഏത് രീതിയിലും നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പൊ 700 രൂപ തുടങ്ങിയിട്ട് നമുക്ക് പാളികളുണ്ട്. ഇതെല്ലാം നമുക്ക് 700 രൂപ തുടങ്ങി വരുന്നതാണ്. പിന്നെ ഇതിന്റെ റേഞ്ച് കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്, തേക്കിന്റെ ഉണ്ട്, പല മരങ്ങളിലായിട്ടുള്ള രീതികളിലാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. എല്ലാം ആ രീതികളിലാണ്. അപ്പോൾ ഒരു കസ്റ്റമർക്ക് വന്നിട്ട് ഏതാണോ സ്റ്റീലാണോ അല്ലെങ്കിൽ ഇരുമ്പ് ഏതോ വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ആയത് അത് നമുക്ക് പണിത് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. എല്ലാത്തിലും ഉണ്ട്. നമുക്ക് എല്ലാം വിത്തൗട്ട് പോളിഷിനാണ് നമുക്ക് വരാറ്. നിങ്ങൾക്ക് അറിയാം, സ്ഥാപനത്തിൽ നിന്ന് ഒരു രീതിയിലുള്ള പോളിഷ് ഐറ്റംസ് നമ്മൾ ചെയ്യാം. പോളിഷ് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തന്നെ നമ്മൾ സംസാരിച്ചതാണ്. അങ്ങനെ ഒരു കമന്റ് വന്ന സ്ഥിതിക്ക്, കാരണം നമ്മുടെ ടോട്ടൈസിന്റെ സ്ഥാപനത്തിൽ നിന്ന് എന്തുകൊണ്ട് മറ്റുള്ള ഡോറുകളും കാര്യങ്ങളും ആക്കിക്കൂടാ എന്നുള്ളൊരു ചോദ്യം നമ്മൾ വീണ്ടും അതിലൊന്ന് തെരഞ്ഞെന്നു മാത്രം. അപ്പോ പിന്നെ വീണ്ടും നമുക്ക് തേക്കിന്റെ ഡോറുകൾ ഫുൾ ഫിനിഷ് ചെയ്ത്, ഇപ്പൊ നമ്മൾ നമ്മുടെ ഷോറൂമുകളിലൊന്നും ഈ ഡോറുകളൊന്നും ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം നമ്മൾ വിത്തൗട്ട് പോളിഷിനായിരുന്നു വന്നിരുന്നത്. അപ്പൊ അതിനെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ജസ്റ്റ് എല്ലാം ഒന്ന് പോളിഷ് ആക്കി. കസ്റ്റമർ നമ്മൾ ഒരിക്കലും പോളിഷ് ചെയ്ത് നമ്മൾ കൊടുക്കും. അത് എല്ലാം കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് നമ്മളിത് കൊടുക്കുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഫിനിഷിങ് ഏകദേശം വരാവുന്ന രീതികളിലാണ് നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്നത്. ഇതിപ്പോ കട്ട്ലകൾ ഇതിന്റെ കട്ട്ലകൾ നമുക്ക് 2000 രൂപ തുടങ്ങിയിട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ടുണ്ട്. 2000 രൂപയ്ക്ക് നമുക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. കൂടേണ്ട കട്ട്ല അത് കണ്ടു, ഈ ടൈപ്പ് കട്ട്ല ഇത് നമുക്ക് 2000 രൂപ തുടങ്ങിയിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു ടെക്സ്ചറൊക്കെ ഓൾറെഡി ആ ടെക്സ്ചറിൽ തന്നെയാണ് ഇത് നമ്മൾ സീലർ അടിച്ച് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഇത് നമ്മൾ കൊടുക്കില്ല, കാരണം സീലർ അടിച്ച് കൊടുക്കില്ല. അപ്പൊ നമുക്ക് കട്ട്ല 2000, ജനൽപ്പാളി 700 തുടങ്ങി സ്റ്റാർട്ടിങ്ങിൽ വരുന്നുണ്ട്. പിന്നെ അതിനനുസരിച്ച് നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പല മോഡൽസിലും പല റേറ്റിലും നമുക്ക് വരുന്നുണ്ട്. സ്റ്റീൽ ഡോസ് 14,900. അത് അടുത്ത സെക്ഷനിൽ കാണാം. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കാണാം. പിന്നെ മരത്തിന്റെ ഡോറുകൾ ഏത് ക്വാളിറ്റിയിലും പല മരങ്ങളും നമ്മളിപ്പോ ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലും. കേരളത്തിൽ എനിക്ക് തോന്നണേ ഈ കട്ട്ല 2000 രൂപയ്ക്ക് സിജോബായുടെ ഒരു പുതിയൊരു ആസൂത്രണമാണോ അതല്ലേ? നോക്കാം എങ്ങനെയാണെന്നുള്ളത്. 4000-7000 രൂപയുള്ള ഡോറുകളൊക്കെ ഹിറ്റായി. അതിനൊരു കണ്ടിന്യൂറ്റി ചെയ്ത് പോകുന്നുള്ളൂ. നമ്മൾ അവൈലബിൾ ആയിട്ട് ഇപ്പൊ ഈ ഡോർസ് ഒക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് തോന്നി. ഇതിപ്പോ നമുക്ക് ടീക്ക് ഡോറാണ് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ടീക്ക് ഡോറാണ്. ഇത് പ്ലാവിന്റെ കട്ട്ലയാണ്. പ്ലാവിന്റെ കട്ട്ല, ഡോറ്, ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു 20,000-22,000 ആ റേഞ്ച് വരുന്ന ഡോറുകളിൽ പെട്ടതാണ്. കട്ട്ല വേറെ വരും, നമുക്ക് റേറ്റ് വേറെ വരും. ഡോറിന് മാത്രമാണ്. കട്ട്ലയ്ക്ക് നമുക്ക് ഓരോ സൈസ് അനുസരിച്ച് നമുക്ക് ഏത് സൈസിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കസ്റ്റമർക്ക് ഏത് സൈസ് വേണം ആ സൈസിനനുസരിച്ച് നീളം വീതി പറഞ്ഞാൽ ആ സൈസിനനുസരിച്ചുള്ള ഏതിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് 4,000 തൊട്ട് നിങ്ങളുടെ ഏതാ റേഞ്ച് പറഞ്ഞാൽ ബഡ്ജറ്റിംഗിലായിട്ടുള്ളത് നമുക്കറിയാലോ. ഓട്ടോമാറ്റിക് നമ്മൾ വില കൂടിയ ഡോർ മാത്രമല്ല, അല്ല ഇനി ഹൈ റേഞ്ചിലുള്ള ഡോറുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. കാരണം ടീക്ക് വുഡിന്റെ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ നമുക്കറിയാലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. അതിനെ ഒന്ന് ഇതാക്കിക്കൊണ്ട് നമ്മൾ ചെയ്തു എന്ന് മാത്രം. അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ശരി. നമസ്കാരം, എൻ്റെ പേര് ഷഫീഖ് എന്നാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് NH47 അങ്കമാലിയുള്ള നമ്മുടെ എളവൂർക്കവല എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നമ്മുടെ പുതിയ ഷോറൂമിലാണ്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇവിടെ നമുക്ക് പല രീതിയിലുള്ള ഡോർസും വിൻഡോസും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ആദ്യം വരുമ്പോൾ പലതും പരിചയപ്പെടുത്തിയിരുന്നു. വുഡിൻ്റെ ചെയ്യുന്നുണ്ട് നമ്മൾ, അതുപോലെ നമ്മൾ ഫൈബർ ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ ഈ സെക്ഷൻ എന്ന് വെച്ചാൽ 3ാമത്തെ സെക്ഷനാണ്. ഈ സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീല്, WPC, UPVC അങ്ങനത്തെ വിൻഡോസ് ഡോർസിൻ്റെ സെക്ഷനാണ്. ഓക്കെ ചേട്ടാ, ഇതിപ്പോൾ എങ്ങനെ വരുന്നത്? ഇത് സ്റ്റീലിൻ്റെ തന്നെ? ഇത് സ്റ്റീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാറ്റയുടെ 16 kg സ്റ്റീലിൽ ചെയ്യുന്ന GI ഷീറ്റ് ചെയ്യുന്ന വിൻഡോസ് ആണ്. ഇത് വെച്ച് കുറച്ചൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡോർ കം വിൻഡോ എന്ന് പറഞ്ഞ സെക്ഷനുള്ള സെഗ്മെന്റുള്ള ഐറ്റമാണ്. അതായത് പുറമേ നിന്ന് കാണുമ്പോൾ നമുക്കിത് വിൻഡോ പോലെ തോന്നുകയും ചെയ്യും. എന്നാൽ നമുക്കിതൊരു പോർട്ടയാർഡ് ബാൽക്കണി ഏരിയയിലേക്ക് ഇങ്ങനെ തുറന്നിട്ട് ഇറങ്ങുകയും ചെയ്യാം. ഡോർ കം വിൻഡോ എന്ന് പറയുന്നത് നീളം വീതിയൊക്കെ ഇത് കസ്റ്റമൈസ്ഡ് ആണ്. സ്റ്റീല് WPC എന്ന് പറയുന്ന
എല്ലാ മെറ്റീരിയലും കസ്റ്റമൈസ്ഡ് ആണ്. നമ്മുടെ പറയുന്ന അളവിൽ പറയുന്ന ഡിസൈനിൽ അതിന് പ്രത്യേകിച്ച് നീളം വീതിയൊന്നുമില്ല, പ്രത്യേകിച്ചില്ല. കസ്റ്റമർ പറയുന്ന പോലെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ചെയ്തെടുക്കാവുന്ന മെറ്റീരിയലാണ്. അത് കസ്റ്റമർ പറയുന്ന ഏത് ടൈപ്പിലാണ് വേണ്ടെങ്കിൽ ആ ടൈപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം. അത് WPC ആയാലും സ്റ്റീൽ ഡോർ ആയാലും എന്തായാലും അതായത് സ്റ്റീലിന്റെ ഇമ്പോർട്ടഡ് ഡോറുകളുണ്ട്. ആ ഒരു മൾട്ടി ലോക്ക് സിസ്റ്റം വരുന്ന ഡോറുകൾ അത് ഫിക്സ്ഡ് അളവുകളുണ്ട്. അത് ഒഴിച്ച് ബാക്കി എല്ലാ ഡോറുകളും WPC ഡോറും എല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. ഇതിന്റെ ഡ്യൂറബിലിറ്റി ഡ്യൂറബിലിറ്റി ഇത് നമുക്ക് 15-20 വർഷം ലൈഫ് ലോങ് വാറണ്ടി ആണ് ഇതിന് വരുന്നത്. പിന്നെ ഇത് GI വെച്ചാണ് ചെയ്യുന്നത്. ഇതിൽ പിന്നെ നമ്മൾ എപ്പോക്സി പ്രൈമറാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന്റെ വെൽഡിങ് വരുന്ന ഭാഗങ്ങളിൽ മേജർ വെൽഡിങ് വരുന്ന ഭാഗങ്ങൾ വെൽഡിംഗ് ഒക്കെ ഒഴിവാക്കാൻ പറ്റില്ല. ആ വെൽഡിംഗ് വരുന്ന ഭാഗങ്ങൾ നമ്മൾ സിങ്ക് കോട്ട് ചെയ്തതിന് ശേഷം വെൽഡിംഗ് വരുന്ന ഭാഗങ്ങൾ തുരുമ്പിന് സാധ്യത കൂടുതലുണ്ട്. അവിടെ സിങ്ക് കോട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നീട് ഇതിന്റെ മേളിൽ എപ്പോക്സി പ്രൈമർ അടിക്കുന്നത്. പിന്നെ ഇതിന്റെ ഡ്യൂറബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ മറ്റ് മെറ്റീരിയൽ അപേക്ഷിച്ച് ഏറ്റവും വില കുറവും ഇതിന്റെ വില കുറവും നമുക്കൊരു 420 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ 420 റേറ്റിനൊക്കെ അങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പല വ്യത്യാസങ്ങളൊക്കെ വരാം. വ്യത്യാസങ്ങൾ വരാം. അതിന്റെ ഗ്രില്ല് അനുസരിച്ച് വ്യത്യാസം വരാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെങ്കിൽ അങ്ങനെ അതിന്റെ ഒക്കെ മെറ്റീരിയലിന്റെ റേറ്റ് മാറ്റമൊന്നും അല്ലാതെ നോർമൽ ഒരു 420 തുടങ്ങി സ്ക്വയർ ഫീറ്റ്. 1, 2, 3, 4 പോർഷൻ അല്ലേ? നമുക്ക് ഒരു 6 പോർഷൻ ചെയ്യാൻ പറ്റും. 6 പോർഷൻ ചെയ്യാം, 8 പോർഷൻ ചെയ്യാം, എങ്ങനെ ചെയ്യാം. ഇതിപ്പോ ഒരു ബേസ് മോഡൽ വെച്ചു. ബേസ് മോഡൽ അതായത് നമ്മളിവിടെ ഒരു ഈ ഒരു ഏരിയക്ക് ഇണങ്ങിയ രീതിയിൽ നമ്മൾ വെച്ചെന്നുള്ളൂ. ഇതിപ്പോ ഒരു 4 പാളി 200 സെന്റിമീറ്റർ അതിന്റെ മേളിലുള്ള ഒരു വിൻഡോ ആണിത്. ശരി, ഓക്കെ. ഇത് എങ്ങനെ വരുന്നത്? ഇത് സ്റ്റീലിന്റെ തന്നെ നോർമൽ വിൻഡോ, ഫ്രഞ്ച് വിൻഡോ എന്ന് പറയും. നോർമൽ ആ ഒരു മോഡൽ വെച്ചെന്നുള്ളൂ. ഇത് നോർമൽ വിൻഡോ ആണ്. അതായത് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുള്ള വിൻഡോ ആണ്. ഇതില് നമ്മൾ ഇതേപോലെ ഒരു പാളിയുടെ ഡിസൈൻ നമുക്ക് ഏതുകൊണ്ട് കുറേ മോഡൽസ് ഉണ്ട്, അതുകൊണ്ട് ചെയ്യാം. പിന്നെ ഇത് അതുപോലെ ഇഞ്ചസ് അതേമാതിരി കുളത്ത് എല്ലാം വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്രേഡ് ആണ്. ബാക്കിയെല്ലാം GI. അപ്പോൾ ക്വാളിറ്റിയും സ്ട്രെങ്ത്തും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതാണ് സ്റ്റീലിന്റെ സെക്ഷൻ വരുന്നത്. ഇതാണ് സ്റ്റീലിന്റെ സെക്ഷൻ വരുന്നത്. നമുക്ക് WPC ആണ്. WPC-യിലേക്ക് പോവുകയാണെങ്കിൽ WPC-യുടെ ഡോറാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡബിൾ ഡോറായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് സിംഗിൾ ഡോറായിട്ട് നമുക്ക് ചെയ്യാം. ഇത് നമുക്ക് 6 ഇഞ്ച് കട്ടില തുടങ്ങി 4 ഇഞ്ച് അങ്ങനെ പല സൈസിൽ വുഡ് പോലെ തന്നെ എല്ലാ രീതിയിലുള്ള കട്ടില സൈസും അതുപോലെ ഡോറിന്റെ സൈസ് ഇതിന്റെ ഡിസൈൻ കസ്റ്റമൈസർ ആണ്. ഇഷ്ടമുള്ളത് നമുക്ക് WPC എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് പരിചിതമല്ല. എന്താണ് WPC എന്ന് പറയും? WPC എന്ന് വെച്ചാൽ വുഡ് പോളിമർ കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ വുഡായിരിക്കും കൂടുതൽ. അതിൻ്റെ ട്രീറ്റ് ചെയ്ത വുഡ് വെച്ചാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ പോളിമറൂടി മിക്സ് ചെയ്തിട്ട് അത് അതായത് ചെതലരിക്കുകയോ അല്ലെങ്കിൽ പൊട്ടിപ്പോവുക അല്ലെങ്കിൽ കുത്തിപ്പോവുക അതില്ലാത്ത ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ചെയ്തെടുക്കുന്ന വുഡ് തന്നെയാണ്. ഒരു ടൈപ്പ് സാധനമാണ് WPC എന്ന് പറയുന്നത്. ഈ WPC നമുക്ക് ഈസി ടു ഹാൻഡിൽ ആണല്ലേ? നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്യാൻ എളുപ്പമാണ്. അതായത് ഇതിന്റെ ഇത് ഇപ്പോൾ കട്ട്ലാന്ന് വെച്ചാൽ മരം പോലെ നമ്മൾ ഇങ്ങനെ ഇത് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി കട്ട്ല റെഡിമെയ്ഡ് കട്ട്ലയുടെ പീസായിട്ടാണ് വരുന്നത്. ഡോറാണെങ്കിൽ ഡോർ ലീഫായിട്ടാണ് വരുന്നത്. അതിന് നമ്മൾ ഡിസൈൻ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഫാക്ടറിയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അതായത് ഇപ്പോൾ പ്രൊഡക്റ്റായിട്ട് കട്ട്ല ചെയ്തെടുക്കും, ജനൽ ചെയ്തെടുക്കും, അങ്ങനെയാണ് ചെയ്യുക. വുഡിൽ ചെയ്യണ എല്ലാ വർക്കും WPC-ൽ ചെയ്ത് ഫ്യൂച്ചർ മെറ്റീരിയലാണ്. നമ്മുടെ ഇവിടെ പണ്ട് തുടങ്ങി മറ്റ് രാജ്യങ്ങളിലുണ്ട്. ഇപ്പോൾ ജർമ്മനി നമ്മുടെ ഇവിടെ ആയി വരുന്നുള്ളൂ എന്ന് വെച്ചാൽ 2-3 വർഷം അതെ അതെ ലൈഫ് ലോങ് വാറന്റി WPC എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇതിന്റെ ഒരു പീസ് കൊണ്ടുപോയിട്ട് മണ്ണിലിട്ട് അവിടെ നശിച്ചു പോകില്ല, വെള്ളത്തിലിട്ട നശിച്ചു പോകില്ല, അവിടെ ഇരിക്കും. ഇത് ഫയർ പ്രൂഫ് ആണ്. അതെ, ഫയർ പ്രൂഫ് ആണ്. ചെതലരി ടെർമറിക് പ്രൂഫ് ആണ്. ചോദിക്കാൻ വേണ്ട ലൈഫ് ടൈം വാറന്റി ആണ്. പിന്നെ ഇതിന്റെ വില ഭാഗം വരുമ്പോൾ വുഡിനേക്കാൾ ഒരു അല്പം വ്യത്യാസമുണ്ട്. WPC നമുക്ക് ഡിസൈൻ തിരഞ്ഞെടുക്കാൻ പറ്റുമോ? ഡിസൈൻ തിരഞ്ഞെടുക്കാം, കളർ തിരഞ്ഞെടുക്കാം. കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ നമ്മൾ കസ്റ്റമൈസ്ഡ് ആണ്. പെയിന്റ് നമ്മൾ അടിക്കണം. ഡിസൈൻ നമുക്ക് ഡിസൈൻ തിരഞ്ഞെടുക്കാം. ഇപ്പൊ തേക്കിന്റെ ഡിസൈൻ വേണമെങ്കിൽ ഇതിൽ നമുക്ക് PU കോട്ട് പെയിന്റ് ചെയ്തെടുക്കാം, PTOD അങ്ങനെ ആക്കി എടുക്കാം. എല്ലാം തന്നെ നമുക്ക് വുഡിൽ ചെയ്യണ എല്ലാം ഇതിലും അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ. ഇനി WPC-ൽ വേറെ ഉണ്ടോ വരുന്നത്? WPC-ൽ നമ്മൾ വിൻഡോ ഉണ്ട്. വിൻഡോസിന്റെ മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട്. വിൻഡോ വരുമ്പോൾ ഇതേപോലെയാണ് വരുന്നത്. അപ്പൊ WPC ഡോറായി വിൻഡോയായി. ഇതൊക്കെ നമ്മൾ ഇവിടെ സാമ്പിൾ മാത്രം ഇത് ചെയ്യാം. ഇനിയിപ്പോ ഇത് കണ്ടു വിചാരിച്ചിട്ട് വേറെ ഇല്ലാന്ന് വിചാരിക്കണ്ട, വേറെ ഉണ്ട്. ഇതൊരു ബേസ് മോഡൽ പോലെ. ഇതിപ്പോ ഇതിന്റെ ഗ്രില്ല് കൊടുത്തിരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതുപോലെ നമുക്ക് സാധനം ഓരോ പട്ടല കമ്പി കൊടുക്കാം, ഓരോ സ്ക്വയർ ട്യൂബ് കൊടുക്കാം, GI കൊടുക്കാം, സോളിഡ് ഗാർഡ് ആയിട്ടുള്ള ഇത് കൊടുക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും വുഡ് ചെയ്യണ എല്ലാ വർക്കും ഇതിൽ ചെയ്യാൻ പറ്റും, ചെയ്യാതെടുക്കാവുന്നതാണ്. ഇതിന്റെ പാല് വരുന്നതും WPC തന്നെ മെറ്റീരിയലാണ്.
ഇതും ഹൈ ഡെൻസിറ്റി ആണ്. നമ്മുടെ എല്ലാം വണ്ണിന്റെ മേളിലാണ് ഡെൻസിറ്റി വരുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ അതിന്റെ സ്ട്രോങ്നെസ് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം പിന്നെ എന്റെ വെയിറ്റ് കണക്കാക്കുകയാണെങ്കിൽ ഇപ്പോൾ WPCയുടെ ഒരു ക്വാളിറ്റി പൊതുവേ നമുക്ക് സാധാരണ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് ഇതിന്റെ ഇപ്പോൾ 4.2 എന്നുള്ള പ്രൊഫൈലാണ് പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്നത്. നമ്മൾ നോർമൽ വീടുകളിൽ ഇതൊക്കെ നമ്മൾ ഒരടി വരുമ്പോൾ 1.5 കിലോ വെയിറ്റ് ആണ് വരുന്നത്. അത്രം മെറ്റീരിയൽ ഈ ഒരു സൈസിലേക്ക് പ്രസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത്ര ഡെൻസിറ്റി ആണ് ഇതിന്. ഡെൻസിറ്റിയുടെ മെഷർമെന്റ് ആൾക്കാർക്ക് മനസ്സിലാവില്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാനും പറ്റും. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അത്രയും വെയിറ്റ് ആണിത്. അതായത് വുഡിനെ ഇതിപ്പോ ഒരു പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോ അതിന്റെ നമ്മൾ സ്റ്റീലും വുഡിന്റെ പോലെ ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം അപ്പൊ നമുക്ക് ഡിസൈൻ തിരഞ്ഞെടുക്കാം, നമുക്ക് കളർ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കളർ അടിക്കാം. അപ്പൊ ആ കാര്യത്തിൽ പേടിക്കണ്ട. ഇല്ല ഇതിപ്പോ ഇതിന്റെ സ്റ്റോക്ക് മെറ്റീരിയൽ കളർ വരുന്നത് ഈ കളറാണ്. പിന്നെ അതുപോലെ ഈ ഒരു ഐവറി കളറിലും വരുന്നുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ കളർ. ഡിസൈൻ വേണമെങ്കിൽ മുൻകൂർ പറഞ്ഞാൽ നമുക്ക് അത് ചെയ്യാം. അത് പെയിന്റ് ചെയ്ത് എടുക്കേണ്ടി വരും. ഡിസൈൻ നമുക്ക് ചെയ്യണമെങ്കിൽ അതും ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പാളിയുടെ ഡിസൈൻ ചെയ്യാം, എന്തുകൊണ്ട് ചെയ്യാം, വുഡ് പോലെ തന്നെ. ഇത് വരുമ്പോൾ പിന്നെ അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. UPVC എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിലൊക്കെ പണ്ട് ഉള്ള ഒരു വിൻഡോയാണ്. ഇതിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ടൈപ്പ് വിൻഡോ. ഇതിപ്പോ സ്ലൈഡിംഗ് മോഡലാണ്, സ്ലൈഡിംഗ് ടൈപ്പാണ്. ഇതിന്റെ ഓപ്പൺ ടൈപ്പ് ഉണ്ട്. അത് നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഈ എല്ലാ മെറ്റീരിയലും എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി. UPVC WPC തമ്മിൽ വ്യത്യാസം എന്താ? WPC എന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡ് പോലെ തന്നെ ഉള്ള പ്രൊഫൈലാണ്. വുഡ് പോലെ തന്നെ ഉള്ള പ്രൊഫൈലാണ്. അങ്ങനെ തന്നെയാണ്, വുഡ് പോലത്തെ പ്രൊഫൈലാണ്. നമ്മുടെ ഈ മറ്റേ ഫോറിൻ രാജ്യങ്ങളിൽ ഇതാണ് ഉപയോഗിക്കുന്നത്. അതെ അവിടുത്തെ നമ്മുടെ ഇന്ത്യയിൽ എത്ര പ്രചാരമായി വരുന്നുള്ളൂ. അല്ല ഈ ഒരു ടൈപ്പ് ഓഫ് മെത്തേഡ് അതത്രേ ഉള്ളൂ. കുറെ നാളായിട്ട് നമ്മുടെ ഇവിടെ ഉണ്ട്. പക്ഷേ അത് കാണാനും ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റിയാണ് അല്ലേ. ക്വാളിറ്റി എന്ന് വെച്ചാൽ പിന്നെ ഇതിന്റെ ഗ്ലാസ് ആണ് കൂടുതലും വരുന്നത്. മറ്റ് പ്രൊഡക്റ്റ് പോലെയല്ല. UPVC വരുമ്പോൾ ഒരു 80% ഗ്ലാസ് തന്നെ ബാക്കിയുള്ള 20%, 25% അത് ഞാനേക്ക് നമ്മുടെ ഈ A-frame വീഡ്സുകൾ ഇപ്പോൾ വരുന്നുണ്ട് കൂടുതലായിട്ട്. അവിടേക്ക് ഈ UPVC ആ ഒരു കൺസെപ്റ്റുള്ള വിൻഡോസ് ആണ് കൂടുതലും ഈ ഒരു അവിടെയാണ് UPVCയുടെ സാധനം വരുന്നത്. അപ്പൊ ഗ്ലാസ് ആയിരിക്കും ഒരു 80%. അപ്പൊ ആ ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് ഇതിലേക്ക് വരാം. അങ്ങനെയാണ്. ഇതിന്റെ എങ്ങനെയാ ഡ്യൂറബിലിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഡ്യൂറബിലിറ്റി 15 വർഷം ഒരു 20 വർഷം വരെയാണ് വാറന്റി ഉള്ളത്. ഇതിന്റെ കളർ ഫെയ്ഡ് ആവുന്നതിനോ മെറ്റീരിയലിനോ. പിന്നെ അതുകൂടാതെ ഇത് പല സൈസിൽ ചെയ്യാം. ഇതിപ്പോ സ്ലൈഡിംഗ് മെത്തേഡാണ്. ഇത് കൂടാതെ തന്നെ ഇത് ഓപ്പൺ ടൈപ്പ് ഉണ്ട്, നോർമൽ വിൻഡോ പോലെ ഓപ്പൺ ടൈപ്പ് ഉണ്ട്. ഇതിപ്പോ സ്ലൈഡിംഗ് ആണ്. ഇതുപോലെ 3 ട്രാക്ക് സ്ലൈഡിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ വലിയ ഓപ്പൺ ഡോറുകൾ, സ്ലൈഡിംഗ് ഡോറുകൾ ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ UPVC WPC കഴിഞ്ഞു, നമ്മൾ സ്റ്റീൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഡോറുകളൊന്നും പരിചയപ്പെടാം. ഇതിപ്പോ നിലവില് ഇത് മറ്റേ സ്റ്റീൽ ഡോർ തന്നെ കുറച്ചുകൂടി. ഇത് മരത്തിന്റെ പോലെ ഇരിക്കണ്ടല്ലോ. മരത്തിന്റെ പോലെ ഇരിക്കുന്നത് വെച്ചാൽ ഇത് വുഡിന്റെ ഒരു ഫിനിഷിംഗ് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് ചേട്ടൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ്ഡ് അങ്ങനെ ഒരു മെഷർമെന്റുകൾ, ഒരു ഫിക്സഡ് മെഷർമെന്റുകൾ ഉണ്ട്. അതിലാണ് ഏറെക്കുറെ നമ്മൾ ഉണ്ടാക്കി വരികയാണ് റെഡിമെയ്ഡ് ആയിട്ട് നമ്മൾ മേടിക്കുക. ഫ്രെയിം അടക്കം ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഗ്യാപ്പ് വിട്ടിട്ട് ഫ്രെയിം അടക്കമാണ് ഇത് വരുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിപ്പോ വരികയാണ് ആസ് എ കസ്റ്റമർ. ഞാൻ ചേട്ടൻ അളവ് വന്ന ചേട്ടൻ അത് കമ്പനിക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് അത് ഇമ്പോർട്ട് ചെയ്തിട്ട് കൊണ്ടുവരും, ഉണ്ടാക്കി കൊണ്ടുവരും അല്ലെ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അങ്ങനെയാണ് ഇത് വരുന്നത്. പിന്നെ എന്താ സെക്യൂരിറ്റിയുടെ കാര്യം? സെക്യൂരിറ്റി പർപ്പസ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ എക്സ്റ്റീരിയർ ഡോറുകളാണ് കൂടുതൽ സ്റ്റീൽ ഡോർ ആളുകൾ എടുക്കുന്നത്. ഇതിപ്പോ ഡബിൾ ഡോർ ആണ്. 120യുടെ. അപ്പൊ നമുക്ക് 2 ഭാഗമായിട്ട് തുറന്നിട്ട് ഉപയോഗിക്കാം. അതുപോലെ സിംഗിൾ ഡോറുകൾ ഉണ്ട്. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ലോക്ക് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഞാൻ ഇതൊന്ന് ഇവിടെ കാണിച്ചത്. ഇതുപോലെ ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഇതിൽ 14-15 ലോക്കുകൾ ഇതിനുണ്ട്. അത്രയും സെക്യൂരിറ്റി വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഇപ്പോൾ സ്റ്റീൽ ഡോറുകളാണ്. ഇങ്ങനത്തെ ഒരു ലോക്കുകൾ ഒരിക്കലും നമുക്ക് WPCയിലോ വുഡിലോ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാനിപ്പോ ഒരു കള്ളം വന്ന് രാത്രി വന്ന് ഒന്ന് പൊളിക്കാന്ന് വെച്ചാൽ നടക്കില്ല. ബുദ്ധിമുട്ടായിരിക്കും. എളുപ്പമല്ല എന്ന് വെച്ചാൽ അത്ര സ്ട്രോങ് ആണ്. പിന്നെ ഈ ലോക്ക് നഷ്ടപ്പെട്ടാലും നമുക്ക് ഉണ്ടാക്കാനും പറ്റില്ല അല്ലേ. ഇതിന്റെ ഇത് ഭയങ്കര സെക്യൂരിറ്റി. അതായത് ഇതിന്റെ ലേസർ പർപ്പസ് കീകളാണ്. ഇത് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു കീ നമുക്ക് വീട്ടിൽ പല ആൾക്കാർക്ക് കൊടുക്കാം. അതെ കയ്യിൽ വെക്കാം സേഫ്റ്റി പർപ്പസ്. ഇതിന്റെ കുറെ മോഡൽസ്. ഇതിപ്പോ ഈ ഒരു മോഡൽ 10, 30, 45 മോഡൽ ഉണ്ട്. ഇവിടെ കുറച്ച് വെച്ചിട്ടുള്ളൂ. മെഷർമെന്റുകൾ അതുപോലെ തന്നെ. ഇതെങ്ങനെയാണ് നമ്മളിപ്പോ ഈ സ്റ്റീൽ ഡോറിന് സ്റ്റാർട്ടിങ് എങ്ങനെയാണ് വരുന്നത്? സ്റ്റാർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 36,000 രൂപ ഒടുങ്ങി ഈ ഒരു, അതായത് ഇതിന്റെ ഫ്രെയിം ചെറുതാണ്. ഇപ്പോൾ 9 ഇഞ്ച് ഫ്രെയിമാണ്, ചെറിയ ഫ്രെയിമാണ്. 36-37 രൂപയൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇങ്ങനത്തെ സ്റ്റീൽ ഡോറുകൾ. പിന്നെ ഇത് പല മോഡൽ അനുസരിച്ചാണ്. ഇത് കുറച്ചുകൂടി പ്രീമിയം സെഗ്മെന്റിലേക്ക് വരുമ്പോൾ
ബാർ ഹാൻഡിലുകൾ വരുന്നുണ്ട്. മറ്റ് വേറെ വേറെ മോഡലുകളുണ്ട്, വേറെ ടൈപ്പുകളുണ്ട്. പിന്നെ ഇത് കൂടിയൊന്ന് 1 ലക്ഷം ഈ ഒരു ഡോർ തന്നെ നമുക്കൊരു 36,000 തുടങ്ങി 1 ലക്ഷം രൂപ വരെയുള്ള ഡോറുകളുണ്ട്. ഓ, അത്രയും ഹൈ എൻഡുകളുണ്ട്. ആവശ്യക്കാർക്ക് അതും മേടിക്കാം. അതെ, ഓക്കെ. ഈ ഒരു ഡോർ നോക്കാം. ഇതൊക്കെ സിംഗിൾ ഡോറുകളാണ്. ബാക്ക് സൈഡിലേക്ക് ഉപയോഗിക്കുന്ന ടൈപ്പ് സ്റ്റീൽ ഡോറുകളാണ്. സെക്യൂരിറ്റി ബാക്കിലേക്ക് ഉപയോഗിക്കുന്ന ചെറിയ സൈസാണ്. ഇതിന്റെ തന്നെ 100 സൈസ് ഉണ്ടാവും, 110 സൈസ് ഉണ്ടാവും. ഫയർ പ്രൂഫ് അല്ലേ? ഫയർ പ്രൂഫാണ്, മെറ്റലാണ്. ഫയർ പ്രൂഫാണ്. ശരി. പിന്നെ നേരത്തെ സെക്യൂരിറ്റി പറഞ്ഞ മറ്റു കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിന്റെ ബാക്കി ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഇഞ്ചസ് ഒക്കെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ലോക്ക് സിസ്റ്റം, മോട്ടീസ്, ഇതിന്റെ അകത്ത് വരുന്ന ലോക്ക് സിസ്റ്റം എല്ലാം തന്നെ ഇഞ്ചസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. 4 ഗ്രേഡ് ആണ്. പിന്നെ ഇതിന്റെ വാറന്റി വരുന്നത് 5 ഇയർ വരെ കമ്പനി വാറന്റി കൊടുക്കുന്നുണ്ട്. ഒരു ഡോർ എടുത്താൽ 5 ഇയർ വാറന്റി ഉണ്ട്. 5 ഇയർ വാറന്റി, അതായത് 5 വർഷം എന്തുണ്ടെങ്കിലും കമ്പനിയാണ് നമ്മളെ ബന്ധപ്പെട്ടാൽ മതി. സർവീസ് ഉള്ളതാണ്. അതിന് ശേഷം സർവീസ് ഉണ്ട്. പിന്നെ അതിന്റെ സർവീസിൽ ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ ചെയ്തു തരും. അത്രേ ഉള്ളൂ. ശരി. ഇത് ഈ ഡോറ് സ്റ്റീൽ ഡോർ തന്നെയാണ്. ഇത് വേറൊരു വെറൈറ്റി ഈട്ടിയുടെ കളറിൽ വരുന്നതാണ്. കുറച്ചുകൂടി ക്വാളിറ്റി വൈസ് ഇതൊരു നല്ലൊരു പ്രത്യേക ഭംഗിന്റെ ഈട്ടിയുടെ ടെക്സ്ചറുള്ള സാധനമാണ്. അതെ അതെ അതെ. ഇതുപോലെ പറയും, ഇതുപോലെ നമ്മൾ എല്ലാവരും ഡിസൈൻ ചെയ്ത്. അപ്പൊ നിങ്ങളുടെ ഒരു 10, 30, 40, 50 ഡിസൈൻ ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഡിസൈൻ പറഞ്ഞാൽ ആ ഡിസൈൻ ഓർഡർ ചെയ്യും. അപ്പൊ നിങ്ങൾ വന്ന് സൈറ്റിൽ വന്ന് നമ്മുടെ മെഷർമെന്റ് എടുത്ത് വന്ന് കൊണ്ടുപോകും. അങ്ങനെയാണ് മെഷർമെന്റ് തന്നാൽ അത് എടുത്ത് അതിൽ ഡോർ എത്തിക്കും. ഇത് മറ്റു ഡോറുകൾ വ്യത്യാസം പറഞ്ഞാൽ ഇത് റെഡിമെയ്ഡ് ആണ്. ഇതിന് ഫിക്സ്ഡ് അളവുണ്ട്. ഇപ്പൊ 90 സൈസ്, 90, ബാക്കിലേക്ക് 90 സൈസ്, ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 110, 110 തുടങ്ങി സിംഗിൾ ഡോർ. ഡബിൾ ഡോർ ആണെങ്കിൽ 120. അതിന്റെ മേളിലേക്ക് WPC UPVC വളരെ വ്യത്യസ്തമാണ്. കാരണം ഇതിന്റെ ഇങ്ങനെ വരുന്ന ഒരു ടെക്നോളജി ഉള്ളതുകൊണ്ട് നമുക്ക് കമ്പനിയിൽ നിന്ന് അങ്ങനെ ഫിക്സ്ഡ് ഒരു ഇതിൽ ചെയ്തു വരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ഇതാണ് ഈ സെക്ഷനിലുള്ളത് അല്ലേ? ഓക്കെ. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് വരുന്നത് അല്ലേ?
ട്രീസിന്റെ ഡോസ് വിൻഡോസ് അത് 3-4 സെക്ഷനായിട്ട് തിരിച്ച് ഇവർ എല്ലാ ടൈപ്പ് ഡോസ് വിൻഡോസ് അല്ലെങ്കിൽ കട്ടളകൾ എല്ലാം WPC UPVC ഫ്രെയിം ഡോസുകൾ പിന്നെ സ്റ്റീലിൻ്റെ ഡോസുകൾ വിൻഡോസ് എല്ലാ ടൈപ്പ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടുണ്ടാവും. വളരെ എന്താ പറയുക സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ഭംഗിയിൽ ഇവിടെയുള്ള സ്റ്റാഫുകൾ നമുക്ക് വ്യക്തമായിട്ട് അത് ഓരോ സെക്ഷൻ വൈസ് നമുക്കത് പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഏത് ഡോസ് എടുക്കണം, വിൻഡോസ് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഓരോ ടൈപ്പ് അതിൻ്റെ ഫ്രെയിംസ് കാര്യങ്ങൾ നീളം വീതി അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ വീട് മനോഹരമാക്കാനുള്ള എല്ലാ സംഗതികളും ടോൾട്രീസ് ഉണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിർത്തട്ടെ. ദിസ് ഇസ് ജോബിൻ ജോസ്, കേരള ഇന്ത്യൻ. ബൈ.